എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹ, ഉള്ളിൽ ഇടതൂർന്ന ഒരു നിബിഡവനം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹയായി പരിഗണിക്കപ്പെടുന്നത് വിയറ്റ്നാമിലെ ഹാങ് സോൻ ഡൂങ് ആണ്. ഈജിപ്തിലെ പ്രശസ്തമായ ഗ്രേറ്റ് പിരമിഡിന്റെ വലുപ്പമുള്ള 15 കെട്ടിടങ്ങൾ ഗുഹയിൽ ഉൾക്കൊള്ളിക്കാം. ഇങ്ങനെ ചെയ്ത ശേഷവും ഒരു ബോയിങ് 747 വിമാനം ഇതിനുള്ളിലൂടെ പറപ്പിക്കാനാകുമത്രേ. പ്രശസ്തമായ ഹോങ് നാ-കെ ദേശീയോദ്യാനത്തിനു പിന്നിലായാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിലും പ്രാചീനമായ കാടുകളുണ്ട്. പർവ്വതത്തിലൂടെ ഒഴുകുന്ന നദിയെന്നാണ് ഹാങ് സോൺ ഡുങ് ഗുഹയുടെ പേരിനർത്ഥം. 20 മുതൽ 30 ലക്ഷം വർഷങ്ങൾ മുൻപാണ് ഇത് രൂപീകരിക്കപ്പെട്ടതെന്ന് കരുതുന്നു. ആദിമകാലത്ത് വലിയ ചുണ്ണാമ്പുകല്ലിൽ റാവോ തുയോങ്, ഖേറി എന്നീ 2 നദികളാണ് ഈ ഗുഹയുടെ രൂപീകരണത്തിന് വഴിവെച്ചത്. 1990-ൽ ഹോ ഖാൻ എന്ന വിയറ്റ്നാംകാരനാണ് ഈ ഗുഹ ആകസ്മികമായി കണ്ടെത്തിയത്. വനത്തിൽ വേട്ടയാടുന്നതിനിടെയായിരുന്നു ഇത്. ഹോ ഖാൻ ഗുഹയിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്ന് മേഘങ്ങൾ പുറത്തു വരുന്നതിന്റെയും അകത്ത് നദിയൊഴുകുന്നതിന്റെയും ശബ്ദം കേട്ടു. പ്രദേശത്തെത്തിയ ബ്രിട്ടീഷ് ഗുഹാപര്യവേക്ഷകരോട് ഹോ ഖാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. ഒടുവിൽ 2008-ലാണ് ഗുഹാകവാടം അദ്ദേഹം കണ്ടെത്തിയത്. 2009-ൽ ഇവിടെ പര്യവേക്ഷണ സംഘമെത്തി. 9 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ഗുഹയുടെ പ്രധാന പാതയ്ക്ക് തന്നെ 5 കിലോമീറ്റർ നീളമുണ്ട്. ഗുഹയുടെ മേൽക്കൂര 2ഇടത്ത് തകർന്നതിനാൽ സൂര്യപ്രകാശം ഇതിനുള്ളിലെത്തും. ഈ ഗുഹയ്ക്കുള്ളിൽ ഭൂഗർഭ നദികളും അതിപ്രാചീനമായ ഫോസിലുകളും മത്സ്യങ്ങളും കീടങ്ങളും ചെടികളും മരങ്ങളുമെല്ലാമുണ്ട്. 20 മുതൽ 50 വർഷം വരെ പഴക്കം ഇതിനുണ്ടെന്ന് കരുതപ്പെടുന്നു. ഗുഹയിലെ ഭൂഗർഭ നദിയുടെ സാന്നിധ്യം മൂലം ഇതിനുള്ളിൽ ഒരു വനം വളരുന്നു. അതിനാൽ തന്നെ ഈ ഗുഹയ്ക്ക് സ്വന്തം നിലയ്ക്ക് കാലാവസ്ഥയുമുണ്ട്. ഓക്സാലിസ് അഡ്വഞ്ചർ എന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് ഇതിനുള്ളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള അനുമതിയുള്ളത്.